മന്ത്രിയാണ് പ്രകോപിതയായി അവിടെ പിന്നെ ഒരു ഷോ മാതിരിയൊക്കെ കാണിക്കുന്നത് മന്ത്രിയാണ്. അല്ലാതെ ഈ പ്രവർത്തകരെ കാണാനേ ഇല്ലല്ലോ. തെരഞ്ഞ് മഷിയിട്ട് നോക്കിയിട്ടും ഈ സമരം ചെയ്ത ആളുകൾ അവരെ അടുത്തുപോലും എത്തിയിട്ടില്ല. മാത്രമല്ല അങ്ങനൊരു വിഷയം ഇല്ല. അപ്പോൾ ചാനലുകളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണുമല്ലോ, എല്ലാവരും സാധാരണ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്പം എന്താ പറയുക, പല വ്യൂ ഉണ്ടാവുമല്ലോ ചാനലുകൾക്കൊക്കെ. എല്ലാവരും ഐക്യകണ്ഠേന പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സമരക്കാരെ അടുത്ത് പോലും എത്തിയിട്ടില്ല, സമരക്കാരൊന്നും ചെയ്തിട്ടുമില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ഈ ഒരു സംഭവമേ ഇല്ലാത്ത ഒരു സംഭവത്തിൻ്റെ പേരിലാണ് അതിന് ശേഷം നടക്കുന്ന ഈ ബഹളങ്ങളൊക്കെ, അക്രമങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണ് എന്ന് അറിഞ്ഞുകൂടാ. എന്തോ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ച അങ്ങ് ഡീവിയേറ്റ് ചെയ്യിപ്പിക്കാൻ, മാറ്റിമറിക്കാൻ വേണ്ടി എന്തോ ഒരു പ്ലാനിട്ട് പറയും പോലെയുണ്ട്. കാരണം അവിടെ രണ്ടാളേ ഉള്ളൂ. ഈ പ്രതിഷേധക്കാർ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആളല്ലേ ഉള്ളൂ. 2-3 ആൾ. എത്ര പോലീസുണ്ട്, അവർക്ക് അങ്ങ് അടുത്തെത്താൻ പറ്റിയില്ല. അടി ശരിക്കും പറയുകയാണെങ്കിൽ ഉച്ചക്കുള്ളത് കാണി. യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറിയെ ഒരാളെ പാർട്ടി എല്ലാവരും കൂടി വളഞ്ഞിട്ടാക്കണം. അതും മനുഷ്യനല്ലേ, ഒന്ന് നോക്കി, അത് മനുഷ്യനല്ലേ, കണ്ടൂടെ? അതാണ് മർദ്ദനം. ഇവിടെ ഒരു സംഭവം ഉണ്ടായില്ല. മെഡിക്കൽ റിപ്പോർട്ടിൽ സ്വാഭാവികതയുണ്ടെന്നാണോ? അല്ല, അത് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അവിടെ നഗ്നമായ നേത്രം കൊണ്ട് കാണാവുന്ന ഒരു സംഗതി, അവിടെ ഈ കരിക്കൊടി പ്രകടനം നടത്തിയ ആളുകൾ മന്ത്രിയെ ഒന്നും ചെയ്തിട്ടില്ല. അത് ഏത് കേരള പൗരനും ഒരു സാധാരണക്കാരനും നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങളും പറയുന്നുണ്ടല്ലോ, ചാനലുകളെല്ലാവരും പറയുന്നുണ്ട് ഇതുവരെ നോക്കിയിട്ട് അങ്ങനെ ഒരു വിഷ്വലില്ല എന്ന് നിങ്ങളും പറയുന്നുണ്ട്. ഇല്ലാത്ത സംഭവത്തിൻ്റെ പേരിൽ ഒരു ചർച്ച ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് അവരാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു പ്രതിഷേധം അതിര് കിടക്കുന്നുണ്ടോ, അങ്ങനെ തോന്നുന്നുണ്ടോ? പ്രതിഷേധം അത് ഒരു ജനാധിപത്യപരമായ രീതിയിൽ നിന്ന് മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. ഏത് പ്രതിഷേധം? മന്ത്രി അല്ല, അത് പിന്നെ നിന്നോളും. കാരണം എന്താ വെച്ചാൽ ഇല്ലാത്ത സംഭവം വന്നപ്പോൾ എല്ലാവർക്കും ബോധ്യമായി വരുന്നുണ്ട്, താനേ നിൽക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സമരം നടത്തുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ടാവുമല്ലോ. ജനങ്ങൾ അത് ന്യായമെന്ന് കരുതണമല്ലോ. ഇങ്ങനൊരു സംഭവമേ ഇല്ല. മന്ത്രിയാണ് പ്രകോപിതയായി അവിടെ പിന്നെ ഒരു ഷോ മാതിരിയൊക്കെ കാണിക്കുന്നത് മന്ത്രിയാണ്. അല്ലാതെ ഈ പ്രവർത്തകരെ കാണാനേ ഇല്ലല്ലോ. അവർ വന്ന പാട് പോലീസ് പിടിച്ചുകൊണ്ടുപോയി.